നമ്മൾ വടകര മണ്ഡലത്തിലേക്ക് വരികയാണ്. ഏറ്റവും വാശിയേറിയ പോരാട്ടം നിയമയുദ്ധത്തിലേക്ക് വരെ നീണ്ട വടകരയുടെ മണ്ണിലേക്ക് നമ്മൾ എത്തുമ്പോൾ 2014 ഫലത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. 2014 മുല്ലപ്പള്ളി രാമചന്ദ്രൻ പുഷ്പം പോലെ എടുത്ത വടകര 4,16,479 വോട്ടിനായിരുന്നു മുല്ലപ്പള്ളിയുടെ ജയം. AN ഷംസീറിനോട് 4,13,173 വോട്ടുകൾ നേടി തൊട്ടടുത്ത് വരെ എത്താൻ ഷംസീറിന് കഴിഞ്ഞെങ്കിലും വിജയത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. BJPയുടെ VK സജീവനും 76,313 വോട്ടുകളുമായി സജീവമായിരുന്നു. 3,300 വോട്ട് അത് കിട്ടില്ല, ഇടതുപക്ഷത്തേക്ക് പോകുമെന്ന് കരുതിയിരുന്നിടത്ത് നിന്ന് മുല്ലപ്പള്ളിയുടെ ജയം കണ്ടു നമ്മൾ 2014. 43.4% വോട്ടുകൾ മുല്ലപ്പള്ളി രാമചന്ദ്രന്, AN ഷംസീറിന് 43.1% വോട്ടുകൾ, BJPക്ക് 8% വോട്ടുകൾ. അതായത് ഭൂരിപക്ഷത്തിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 0.5-നേക്കാളും താഴെ 0.3 മാത്രം ഭൂരിപക്ഷം കിട്ടിയ തെരഞ്ഞെടുപ്പായിരുന്നു 2014. എന്നാൽ 2019 വരുമ്പോൾ കാലം മാറി, കഥ മാറി. കോൺഗ്രസിന്റെ K മുരളീധരന്റെ ലാൻഡിംഗ് അവിടെ നമ്മൾ കാണുന്നു. 5,26,755 വോട്ടുകൾ മുരളീധരൻ സ്വന്തമാക്കുന്നു. P ജയരാജൻ എന്ന കരുത്തരായ നേതാവിനെ ഇറക്കിയെങ്കിലും അടിപതറി. 4,42,092 വോട്ടുകൾ മാത്രമാണ് P ജയരാജൻ അവിടെ നേടാൻ കഴിഞ്ഞത്. VK സജീവൻ 80,128 വോട്ടുകളും നേടി. ഭൂരിപക്ഷം 84,663 ഉയർത്തുന്നു K മുരളീധരൻ. 49.4% വോട്ട് വിഹിതം ഉയരുമ്പോൾ CPIM-ന്റെ വോട്ട് വിഹിതം 41.5% സ്റ്റോപ്പാകുന്നു. BJPയുടേത് 7.5%. ഭൂരിപക്ഷം 7.9%. അതായത് 0.5 നിന്ന് 7.9 കോൺഗ്രസിന്റെ വളർച്ച. എന്നാൽ 2021 വടകരയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നമ്മൾ കണ്ടത് LDF 6 സീറ്റുകൾ നേടുമ്പോൾ UDF 1 ഒതുങ്ങുന്നു. 48.8% എന്ന വോട്ട് വിഹിതത്തിലേക്ക് LDF എത്തുമ്പോൾ UDFന് 42.02, NDAക്ക് 7.38. ഡോക്ടർ അരുൺ, ഡാറ്റാ ബോർഡിലേക്ക് നമ്മൾ വന്നാൽ ഇതിനെ എങ്ങനെയാണ് നമ്മളൊന്ന് ഡിസെക്ട് ചെയ്യുക? അതായത് ഈ പെർസെന്റേജിൽ വന്നിരിക്കുന്ന ഷിഫ്റ്റ് അത് ഇക്കുറി എങ്ങനെയായിരിക്കും റിഫ്ലക്ട് ചെയ്യുക? സുജയ്, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. വടകരയിലെ ഡാറ്റാ ബോർഡ് അനാലിസിസിൽ 3 ഫാക്ടേഴ്സ് നമ്മൾ പ്രധാനമായിട്ടും കണക്കിലെടുക്കേണ്ടതുണ്ട്. ആദ്യത്തെ കാര്യം, എങ്ങനെയാണ് വോട്ട് സ്വിംഗ് ചെയ്തിരിക്കുന്നത് 2014-ലും 2019-ലും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ ഒരു പാറ്റേൺ 2024 ഉണ്ടാകും. നമുക്ക് നോക്കാം. 2009-ലും 2014-ലും 2019-ലെയും BJP, ഐ വിൽ സ്റ്റാർട്ട് വിത്ത് BJPക്ക് കാര്യമായ ചലനം ഉണ്ടാക്കാൻ കഴിയാത്ത മണ്ഡലമാണ് വടകര. അവിടെ പരമാവധി BJP നേടിയതാവട്ടെ 2014-ലെ 7.95% എന്ന് പറയുന്ന 8%-ത്തിനടുത്ത് വരുന്നൊരു വോട്ട് ബാങ്കാണ്. അതുകൊണ്ട് ഞാൻ BJPയുടെ പരമാവധി ബേസിനെ 8%-ൽ ഷിഫ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നമ്പർ 1. ഈ 8%-ത്തിൽ നിന്ന് ഏതെങ്കിലും ഷിഫ്റ്റ് ഉണ്ടാകുമോ എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട വിഷയമാണോ? അതാണ് പ്രധാനമായിട്ടും ഷാഫിക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണവും. ഷാഫി ആ രീതിയിൽ ഏതെങ്കിലും ഒരു അന്തർധാര അവിടെ സജീവമാക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. അതവിടെ നിൽക്കട്ടെ. പോയിന്റ് നമ്പർ 2, ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 57,000 പുതിയ വോട്ടർമാരെത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് വൈസ് നമ്മളിതിനെ കാൽക്കുലേറ്റ് ചെയ്താൽ റഫ്ലി 5% അവിടെ ഉണ്ടാവുന്നു എന്നർത്ഥം. 5% അധിക വോട്ടർമാരെന്നല്ല, 5% പുതിയ വോട്ടർമാർ വടകര മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പോളിംഗ് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ 5% അവിടെ കിടക്കുന്നു. ഞാൻ ആ 5% ഇവിടെ രേഖപ്പെടുത്തുന്നു. ദാറ്റ് ഈസ് എ ന്യൂ വോട്ടേഴ്സ്. അതെങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു പോകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ദാറ്റ് ഈസ് എ പോയിന്റ് നമ്പർ 2. ഇനി പോയിന്റ് നമ്പർ 3, എങ്ങനെയാണ് ഷിഫ്റ്റ് സംഭവിച്ചിരിക്കുന്നത് നോക്കൂ. 2014 TP ചന്ദ്രശേഖരൻ അടക്കമുള്ള വധവിഷയങ്ങൾ നിൽക്കുമ്പോഴും AN ഷംസീറും മുല്ലപ്പള്ളി രാമചന്ദ്രനും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 0.5%-ത്തിലും താഴെയായിരുന്നു എന്നത് ഓർമ്മിക്കണം. ഏകദേശം തുല്യമായ വോട്ട് നിലയാണ് UDFും LDFും. അതായത് 43%, റഫ്ലി 43%-ത്തിലേക്ക് LDFും UDFും എത്തുന്നു. അവിടെ നേരിയ വോട്ടുകൾക്ക് ഷംസീർ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. നോക്കൂ, 2019 ആകുമ്പോഴേക്കും ശബരിമല പ്ലസ് രാഹുൽ തരംഗത്തിൽ 43%-ത്തിൽ നിന്നും 49%-ത്തിലേക്ക്, അതായത് 6%-ന്റെ വർധനവ് UDF രേഖപ്പെടുത്തുന്നു. LDF ആവട്ടെ 2%-ന്റെ ഇടിവ് രേഖപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ LDFിൽ നിന്ന് പോകുന്ന 2% UDFിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ 2% തിരിച്ച് ശൈലജ ടീച്ചറിന് ലഭിക്കുന്നു എന്ന് കണക്കാക്കിയാൽ ദാറ്റ് ഈസ് എ പോയിന്റ് നമ്പർ 1 കാൽക്കുലേഷൻ. 41.47%-നോടൊപ്പം ഞാൻ കഴിഞ്ഞ തവണ UDFിലേക്ക് പോയ LDFിന്റെ 2% കൂടി താഴേക്ക് കൂട്ടുന്നു. ആഡ് ചെയ്ത് വരുമ്പോൾ 43% ആവുന്നു. ഇനി
ഈ പുതിയ 5% ഉണ്ടല്ലോ ന്യൂ വോട്ടേഴ്സ്, ആ ന്യൂ വോട്ടേഴ്സിനെ ഞാൻ ഈക്വലി സ്പ്ലിറ്റ് ചെയ്യുന്നു. പക്ഷേ അവിടെയുള്ള ഗ്രൗണ്ട് റിയാലിറ്റി ഈ 5%-ൽ കോൺഗ്രസിലേക്ക് കൂടുതൽ വോട്ടുകൾ എത്തിച്ചേരാനുള്ള സാഹചര്യമുണ്ട് എന്ന് പറയപ്പെടുന്നു. പ്രത്യേകിച്ച് ഷാഫി പറമ്പിലടക്കം വിദേശത്ത് നിന്ന് തന്നെ വോട്ടർമാരെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. പക്ഷേ എങ്കിലും നമ്മൾ 2.5 എന്നിങ്ങനെ പുതിയ വോട്ടർമാരിൽ 5% വീതിച്ചു കൊടുത്താൽ 41.47%, 43 പ്ലസ് പുതുതായിട്ട് വിരിച്ചു കൊടുക്കുന്ന 2.5%. ഇത് രണ്ടും കൂടി നമ്മൾ കൂട്ടിയാലും 41, 43, 45, 46% പരമാവധി LDF അവിടെ കിട്ടാൻ സാധിക്കുന്ന KK ശൈലജ ടീച്ചറിന് കിട്ടാൻ സാധ്യതയുള്ള വോട്ട്. അതേസമയം ഇപ്പോൾ നിലവിലുള്ള 49.42 നിന്ന് നമ്മൾ -2 ചെയ്യുന്നു. അത് LDF വോട്ട് കഴിഞ്ഞ തവണ ഷിഫ്റ്റ് ചെയ്ത് വന്നതാണ്. ആ -2 ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അവശേഷിക്കുന്നതാവട്ടെ 47.42. ഇതിനോടൊപ്പം 2.5 കൂടി നമ്മൾ ആഡ് ചെയ്താൽ 49% നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ സ്റ്റിൽ there is a huge gap between LDF and UDF. 3% ഗ്യാപ്പ് വടകരയിൽ നിൽക്കുന്നുണ്ട്. അത് ഷാഫി പറമ്പിലിന് അനുകൂലമാണ്. ഈ 3% ആണ്, അഥവാ 35,000-ഓളം DCC വോട്ടുകൾ വടകരയിലുണ്ട് എന്നാണ് നമ്മുടെ ഡാറ്റ ബോർഡ് പറയുന്നത്. ആ 35,000 അഥവാ 3.5% എന്ന ഡിസിസീവായിട്ടുള്ള മാർജിൻ, ആ മാർജിനിൽ BJPയുടെ 8% എന്നുള്ള വോട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം. ഞാൻ വിശ്വസിക്കുന്നത് വടകരയിൽ അത്ഭുതമൊന്നും സംഭവിച്ചില്ലെങ്കിൽ, വടകരയിൽ BJPയുടെ 8% വോട്ട് ആ 5%-ൽ താഴേക്ക് മാറിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും അത് ഡെഫിനറ്റ്ലി അത് ശൈലജ ടീച്ചറിനെതിരായിട്ടുള്ളൊരു വികാരമായിരിക്കും. അത് ഷാഫി പറമ്പിലിൻ്റെ വിജയം ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഈ 3.5% വളരെ നിർണായകമാണ് വടകരയിൽ. പരമാവധി നമ്മൾ LDFൽ നിന്ന് UDFിലേക്ക് 2014-ൽ ഷിഫ്റ്റ് ചെയ്തു പോയ, 2019-ൽ ഷിഫ്റ്റ് ചെയ്തു പോയ വോട്ടുകൾ കൂടി മൈനസ് ചെയ്താൽ പോലും, പുതിയ വോട്ടർമാരെ കണക്കിലെടുത്താൽ പോലും 3.5% എന്നുള്ളത് വളരെ നിർണായകമാണ്. അതിൻ്റെ ആനുകൂല്യം ഷാഫി പറമ്പിൽ ലഭിക്കുമെന്നാണ് നമ്മളുടെ ഡാറ്റ ബോർഡ് പറയുന്നത്. ദാറ്റ്സ് വെരി ക്ലിയർ. നിലവിൽ അട്ടിമറികളൊന്നും മറ്റും സംഭവിച്ചില്ലെങ്കിൽ ഈ 3.5% ആനുകൂല്യത്തിൽ ഷാഫി പറമ്പിൽ വടകരയിൽ ജയിക്കാനായിരിക്കും സാധ്യത. ഡോക്ടർ, നമ്മൾ ഈ എക്സിറ്റ് പോളിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ വടകര അടക്കം ഇനി അങ്ങോട്ടുള്ള മണ്ഡലങ്ങൾ ചർച്ച ചെയ്യുന്നുള്ള ഒരു സംശയമുണ്ട്? കാരണം ഇപ്പോൾ BJP വടകരയിൽ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറേ അല്ല. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്ന പ്രകാരം LDFന് ലഭിക്കുന്ന 4 സീറ്റുകളിൽ ഇപ്പോൾ പറയുന്ന പ്രകാരം 4ഓ 5ഓ ആണല്ലോ. ഈ 4ഓ 5ലോ വടകരയുണ്ടോ എന്നതാണ് നമ്മുടെ ഡാറ്റ ബോർഡ് പ്രകാരം വടകര ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അങ്ങനെ പരമാവധി സ്വിംഗ് ചെയ്താലും 2% വോട്ട് LDFിലേക്ക് UDFിൽ നിന്ന് മടങ്ങി വന്നേക്കാം. അരുൺ നേരത്തെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് അതിൽ കൂട്ടിച്ചേർക്കാവുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ 7.58 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ തിരിച്ച് ഡ്രോയിങ് റൂമിലേക്ക് വന്നാൽ, ആദ്യ വിലയിരുത്തലിലേക്ക് വന്നാൽ 27% വോട്ടുകൾ BJPക്ക് കിട്ടിയാലാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള തൃശ്ശൂർ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ എന്നീ ലോക്സഭാ മണ്ഡലങ്ങൾ കിട്ടുക. ഇവിടെ 7.58 അത് ഇനി കൂടിയാൽ തന്നെയും BJPക്ക് നമ്മൾ ദേശീയ തലത്തിൽ ഉണ്ട് എന്ന് കാണുന്ന മുന്നേറ്റം ഒപ്പം ചേർത്താൽ തന്നെയും 10%-ലോ 12%-ലോ നിൽക്കണം. അപ്പോൾ 27 എന്ന് പറയുന്നത് അസാധ്യം എന്നുള്ളത് ഒന്നുകൂടി അരക്കെട്ടുറപ്പിക്കാൻ കഴിയുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് വടകര. വടകര മാത്രമല്ല, കണ്ണൂർ ആയിക്കൊള്ളട്ടെ, മലപ്പുറം ആയിക്കൊള്ളട്ടെ, പൊന്നാനി ആയിക്കൊള്ളട്ടെ, ആ നിലയിൽ BJPക്ക് 2 അക്കം കടക്കാൻ കഴിയാത്ത മണ്ഡലങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ വിലയിരുത്തുമ്പോൾ വളരെ പ്രധാനമായും ശ്രദ്ധിച്ചിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തലാണ്. അല്ല ഡോക്ടർ അരുൺ, വടകരയിൽ ഇത്തവണ പ്രഫുൽ കൃഷ്ണയെ മത്സരിപ്പിക്കാൻ ഇറക്കിയത് അത് കൃത്യമായ, അതായത് യുവ വോട്ടർമാരെ കൂടുതലായി ബൂത്തുകളിലേക്ക് എത്തിക്കുക, അനുകൂലമായി പോൾ ചെയ്യിപ്പിക്കുക എന്ന ഒരു കാര്യം കൊണ്ട് കൂടിയാണ്. അതായത് ഇതിൽ ഡോക്ടർ അരുൺ, പ്രഫുൽ കൃഷ്ണ വരുമ്പോൾ ഈ 10-ന് മുകളിലേക്ക് അവിടെ പെർസെൻറ്റേജ് വരാനുള്ളൊരു ചാൻസ് അവിടെ വടകരയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ കണക്കിലെടുക്കണം. മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ വടകര മണ്ഡലത്തെ അറിയാവുന്ന അവിടെ നിന്നുള്ള ഒരു യുവ നേതാവാണ്. പിന്നെ ഈ സമരങ്ങളിലും ചർച്ചകളിലുമൊക്കെ പങ്കെടുത്ത ഒരു നോൺ ഫേസ് ആണ്. കുറച്ചുകൂടി ആളുകൾക്ക് അറിയാവുന്ന ഒരാളെയാണ് അവിടെ പരീക്ഷിച്ചിരിക്കുന്നത്. അറിയുന്ന ആളായിരുന്നു 2019 മത്സരിച്ച VK സജീവൻ. ഓക്കെ, VK സജീവനേക്കാൾ ഞാൻ പറയട്ടെ, പ്രഫുൽ കൃഷ്ണന്റെ ഒരു അഡ്വാൻറ്റേജ് ഫാക്ടർ നിൽക്കുന്നത് ഈ ഒരു യൂത്ത് ആണ് എന്നുള്ളതാണ്. അപ്പോൾ യുവ വോട്ടർമാർക്കിടയിൽ നമ്മൾ അവിടെ ചെന്നാൽ മനസ്സിലാകും ഷാഫി പറമ്പിലിനുള്ള അഡ്വാൻറ്റേജും പ്രഫുലിനുള്ള അഡ്വാൻറ്റേജും ഈ യങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് എന്നുള്ളതാണ്. ഷാഫിക്ക് ഒരു 2 MLA-മാർ തമ്മിലുള്ള ഒരു കോൺടെസ്റ്റ് ആണ് എന്നതുകൂടി നമ്മൾ നോക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് ഷാഫിക്ക് സ്റ്റിൽ, അതായത് ഷാഫി
ഷാഫി ഇവിടെ മാത്രമല്ല, ഖത്തറിലും ഷാർജയിലും UAE-യിൽ നിന്നൊക്കെ കൃത്യമായി ഷാഫിക്കുള്ള വോട്ടുകൾ ഇവിടെ പോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അവിടെ മെക്കാനിസം ആക്റ്റീവ് ആയത് ഷാഫിയുടേതാണ്. പ്രഫുലിന് വോട്ട് കൂടാനുള്ള ഒരു സാധ്യത ഞാൻ അവിടെ കാണുന്നു.